നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ കൂടുതൽ ശക്തമാകുന്നുവെന്ന മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 14, 15, 16 തീയതികൾ മുതൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നിൽ കാണുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സ്വാധീനം മൂലം എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപത്താണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടുതൽ ശക്തിയാർജിച്ച് ആന്ധ്ര ഒഡീഷ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യതയുള്ളത്. സംസ്ഥാനത്ത് അതുകൊണ്ട് ഇന്നു മുതൽ അടുത്ത 2-3 ദിവസം കൂടുതൽ പ്രദേശങ്ങളിൽ മഴയിൽ വലിയ വർധനവ് തന്നെയായിരിക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. 5 ജില്ലകളിൽ എന്തായിരുന്നാലും ഇതിന്റെ ഭാഗമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും എല്ലാ ജില്ലകളിലും ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നാളെ 6 ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും അതുപോലെ തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയും പറയുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ഇതോടൊപ്പം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം അവ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല എന്നുള്ളതുകൊണ്ട് ഇത്തരം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരു കാരണവശാലും വിട്ടുനിൽക്കരുത്. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജന ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം പറയുന്നു. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും അതുപോലെ ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റെന്ന് പറയുന്നത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടുള്ളതല്ല. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുയിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ ഉറപ്പായും അറിയിക്കുക. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തിയോ അതല്ലെങ്കിൽ അഴിച്ചുവെച്ചോ നിൽക്കുക. കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിൻ്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുന്നതോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോ അപകടം വിളിച്ചു വരുത്തും. ഒരു കാരണവശാലും ചെയ്യരുത്. ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയർ ഉപയോഗിച്ച് കെട്ടിവെക്കണം. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടണം. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിൻ്റെ ടെറസിലും മറ്റും നിൽക്കുന്നത് ഈ മഴ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയിട്ടുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കണം. തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി അനുസരിച്ച് കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയെടുക്കണം. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളുമൊക്കെ പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ വേഗത്തിൽ KCBയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. 1912 എന്ന നമ്പറിലോ 1077 എന്ന കൺട്രോൾ റൂം നമ്പറിലോ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം ഉടനടി തന്നെ അറിയിക്കണം. തകരാറ് പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കി കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുക. KCB ജീവനക്കാരുമായി ദയവ് ചെയ്ത് ക്ഷമയോടെ പൊതുജനങ്ങൾ സഹകരിക്കുക. ഒരു കാരണവശാലും പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കണം. പത്രം, പാൽ വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ജോലിക്ക് ഇറങ്ങുന്നവർ പ്രത്യേകം ജാഗ്രതയും പാലിക്കുക. വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഏതെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ല എന്ന് ഉറപ്പ് വരുത്തി മാത്രമേ മുന്നോട്ട് പോകാവൂ. കൃഷിയിടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുത ലൈനുകളും മറ്റും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ഉറപ്പ് വരുത്തണം. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി നിൽക്കുക.
കാറ്റിനെയും ശക്തമായ കാറ്റിനെയും അതുപോലെ തന്നെ മഴയെയും ഇടിമിന്നലിനെയും വളരെ ശ്രദ്ധയോടുകൂടി വേണം നോക്കിക്കാണേണ്ടത്. അതിതീവ്ര ന്യൂനമർദ്ദം അടക്കം നേരത്തെ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. മഴ പെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അമിതമായി അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്തിറങ്ങുമ്പോഴാണ് ദുരന്തങ്ങൾ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം മഴയോടൊപ്പം തന്നെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അത് തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച്, ജീവനെ സംബന്ധിച്ച്, സ്വത്ത് സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നീ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ തന്നെ അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ, മുന്നറിയിപ്പ് നൽകിയാൽ സുരക്ഷിതമായ ഇടത്തേക്ക് ഒട്ടും തന്നെ താമസമില്ലാതെ മാറി താമസിക്കുക. നദിക്കരകൾ, അണക്കെട്ടുകളുടെ താഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും ഈ അപകട സാധ്യത മുൻകൂട്ടി കാണണം. അതനുസരിച്ച് അധികൃതർ നൽകുന്ന നിർദ്ദേശത്തോട് അനുഭാവപൂർവ്വം പ്രവർത്തിക്കുക താണ്. പ്രത്യേകിച്ചും ദുരന്ത സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ അവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പ് തുറന്നു എന്നത് ആദ്യം ഉറപ്പാക്കുക. ഇനി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കുക. മുൻകരുതൽ നടപടി എന്ന രീതിയിൽ തന്നെ മാറി താമസിക്കുക. അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിക്കുന്നവർ, അതുപോലെ മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ, അവരൊക്കെ തന്നെയാണ് പ്രത്യേകമായ ജാഗ്രത പാലിക്കേണ്ടത്. സംസ്ഥാന സവിശേഷ ദുരന്തം തന്നെയാണ് കാറ്റെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വലിയ തോതിൽ അപകടം സൃഷ്ടിച്ചേക്കും. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അങ്ങനെ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. അതും മുൻകരുതലിൻ്റെ ഭാഗമായി തന്നെയാണ്. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റ് തകർന്നുമൊക്കെ വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കും. അതൊക്കെ മുൻകൂട്ടി കാണുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട നടപടികളൊക്കെ തന്നെ ഇൻ്റർനെറ്റിലൂടെയും മറ്റുമൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി വായിച്ചെടുത്ത് അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ശക്തമായ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ അതല്ലെങ്കിൽ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്ക് ഇറങ്ങാനോ ഒന്നും തന്നെ പാടുള്ളതല്ല. ഒരു കാരണവശാലും ഇറങ്ങരുത് എന്ന് സാരം. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുന്നതും സെൽഫി എടുക്കുന്നതും കൂട്ടം കൂടി നിൽക്കുന്നതുമൊക്കെ ഒഴിവാക്കണം. അതൊന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല. ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം കൂടിയാണത്. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അങ്ങനെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരിപൂർണമായി ഒഴിവാക്കണം. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകളും മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കി ദയവ് ചെയ്ത് സഹകരിക്കുക എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്.